Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. കാരണം അതിന് സെറ്റപ്പല്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്പാക്കി എടുക്കാം. നമുക്ക് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചാർട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, റൊട്ടേഷൻ ചാർട്ട് ചെയ്യുന്നതിൽ ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുന്നത് OC പൊസിഷനാണ്. ഓക്കെ, അപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 15 വേക്കൻസി വന്നു എന്ന് കരുതുക. ഓക്കെ, 15 വേക്കൻസി വരികയാണെങ്കിൽ എങ്ങനെ റൊട്ടേഷൻ വരാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 15 വേക്കൻസി വരുമ്പോൾ ഒന്നാമത്തെ വേക്കൻസി അതായത് പുതിയ ഒരു ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുവരെ ആ ഒരു പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പുതിയ ഒരു നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. ഇത് ഈ 15 എണ്ണത്തിൽ നമ്മുടെ LGS ആയാലും അതർ LGS ആയാലും സെയിം ആണ്. അങ്ങോട്ട് വരുന്നതോറുമാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് LGS ആയാലും അതർ LGS ആയാലും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ വേക്കൻസി പോകുന്നത് DAക്കാണ്. ഓക്കെ, ഒന്നാമത്തെ വേക്കൻസി പോകുന്നത് DAക്കാണ്. DAക്ക് റൊട്ടേഷനോ ഒന്നുമില്ല, അവർക്ക് സീരിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു പുതിയൊരു പോസ്റ്റ് ആണെന്ന്. പുതിയ ഒരു പോസ്റ്റ് വരുമ്പോഴത്തേന് അതിനകത്ത് വരുന്നത് MR നമ്പർ 1. ഓക്കെ, MR നമ്പർ 1 ഇല്ല, അത് ഏതിനാണ് പോകുന്നത്? OC. ഓക്കെ, അടുത്തത് MR നമ്പർ 1, 2 അതെന്തതിനാണ് പോകുന്നത്? EBT. ഓക്കെ, അടുത്ത MR നമ്പർ 1, 3 അതെന്തിനാണ് പോകുന്നത്? OC. അടുത്തത് MR നമ്പർ 1, 4. അടുത്ത MR നമ്പർ 1, 5. അടുത്ത MR നമ്പർ 1, 6. അടുത്ത MR നമ്പർ 1, 7. അടുത്ത MR നമ്പർ 1, 8. MR നമ്പർ 1, 9. MR നമ്പർ 1, 10. MR നമ്പർ 1, 11. MR നമ്പർ 1, 12. ദെൻ MR നമ്പർ 1, 13. അടുത്ത MR നമ്പർ 1, 14. MR നമ്പർ 1, 15. ഇങ്ങനെ. അപ്പം 15 എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട്. 15 വേക്കൻസി ആയതുകൊണ്ടാണ് 15 എണ്ണം നമ്മൾ എഴുതിയത്. ഓക്കെ, 15 MR നമ്പർ എഴുതി. പക്ഷേ ഇത് എണ്ണി നോക്കുമ്പോൾ എത്ര എണ്ണം നോക്കി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഇവിടെ 16 എണ്ണം വന്നു. അതെന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ ഒരു DA വന്നത് കൊണ്ടാണ് ഇവിടെ 16 എണ്ണം വന്നത്. അപ്പം നമ്മൾ 16 എണ്ണം വരുമ്പോൾ 15 വേക്കൻസി വരുമ്പോൾ 14 MR നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, 5 വേക്കൻസി വന്നു, 14, 16 വന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ 15 വേക്കൻസി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക്. ഇതിനകത്ത് ഓസിറ്റേൺ എന്ന് പറയുന്നത് ഈ ഒറ്റസംഖ്യ വരുന്ന എല്ലാം ഓസിറ്റാണ്. ഓസിറ്റാണ് നമ്മൾ MR നമ്പർ 1 OC കൊടുത്തു, 3 OC കൊടുത്തു. അടുത്ത ഓസിറ്റാണ് വരുന്നത് 5-ാമത്തെയാണ് OC, 7-ാമത്തെ OC, 9-ാമത്തെ EWS ആണ്, അത് EWS, 11-ാമത്തെ OC, 3-ാമത്തെ OC. ഇത്രയുമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, 15 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 15 വെട്ടി കളക്ട്. നെക്സ്റ്റ് നമ്മൾ BC ഫില്ല് ചെയ്യണം. BC നമ്മൾ രണ്ടാമത്തെ ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് EBT ആണ്. അത് നാലാമത്തെ വരുമ്പോൾ അത് SC ആണ്. ദെൻ 6-ാമത്തെ വരുമ്പോൾ അത് മുസ്ലിമാണ്. 8-ാമത്തെ വരുമ്പോൾ ലാത്തിൻ കത്തോലിക്കാണ്. 10-ാമത്തെ വരുമ്പോൾ OBC ആണ്. 12-ാമത്തെ വരുമ്പോൾ SC ആണ്. 14-ാമത്തെ വരുമ്പോൾ EBT ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ ബാക്കി നമുക്ക് പറയാം. ഇതിനകത്ത് എത്ര OC വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6. OC ഈക്വൽസ് 6. OC ഈക്വൽസ് 6. EWS എത്ര വന്നു? EWS ഈക്വൽസ് ഇവിടെ, ഇത് EWS 1. BC ഈക്വൽസ് എത്ര വന്നു? BC എന്ന് നോക്കിയേ. BC ഇതാണ്ട് നടക്കുന്നതെണ്ണം 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ദെൻ ഈ OCയും EWSയോട് ചേർത്ത് 7, BC 7. അപ്പം ഈ റൊട്ടേഷൻ പ്രശ്നമില്ല.
ഓക്കെ, അപ്പം ഡി എ ടേം വേറെയാണ് പോകുന്നത്. ഡി എ ടേണോ എൻ ജി ഡി ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ടേണാണ് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം കാര്യങ്ങളെല്ലാം. അപ്പം ഈ റൊട്ടേഷൻ പ്രശ്നമില്ല, TP ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയാണ് ഏകദേശം ഒരു ഐഡിയ. അപ്പം OC 6, EWS 1, BC 7. അപ്പോൾ 6 ഒന്നും ചേർത്തിട്ട് 7, പിന്നെ BC 7. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് നമുക്ക് എങ്ങനെ ഇടാം എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആംഗിളിസ്റ്റിൻ്റെ ഡെമോയും അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേക്കൻസി എഴുതിയിട്ടുണ്ട് 15 എണ്ണം, MR നമ്പർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടേൺ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പേര്, റാങ്ക്, ആ ഉദ്യോഗാർത്ഥിക്ക് എത്രാമത്തെ റാങ്കാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ ഒരു റാങ്ക് ലിസ്റ്റാണ്. അത് 1ാമത്തെ റാങ്ക് കിട്ടിയത് A എന്ന് പറയുന്ന വ്യക്തി, അയാൾ EWS ആണ്. രണ്ടാമത്തത് B എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, അത് ജനറലാണ്, അതായത് ഒരു റിസർവേഷൻ ഇല്ലാത്ത ആളാണ്. 3ാമത്തെ C എന്ന് പറയുന്ന വ്യക്തി, അത് EBT ആണ്. 4ാമത്തെ D എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം EWS ആണ്. 5ാമത് E എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുസ്ലിമാണ്. അങ്ങനെ റാങ്ക് ഞാനൊരു 15 റാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം DA ഫസ്റ്റ് റാങ്ക് വരുന്നത് DA ആണ്. ഞാൻ പറഞ്ഞ അതിനകത്ത് MR നമ്പർ ഇല്ല എന്നുള്ള കാര്യം. അപ്പം DAയുടെ ഇതിനകത്ത് നമ്മൾ DA എടുത്തിട്ടില്ല. അപ്പോൾ DAയുടെ മെയിൻ ലിസ്റ്റിലുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിലെ ആളായിരിക്കും ആദ്യം വരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കിടക്കുന്ന ആദ്യത്തെ ആളായിരിക്കും വരുന്നത്. അത് രണ്ടിലും ഇല്ല എന്നുണ്ടെങ്കിൽ DAക്ക് സ്പെഷ്യലായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ കിടക്കുന്ന ആളായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് മെയിൻ ലിസ്റ്റ് ആളില്ല എന്ന് കരുതുക DAക്ക്. അപ്പം നമ്മൾ നേരെ അവരുടെ ലിസ്റ്റിലേക്ക് പോയി അതിനകത്ത് DA LBയിൽ 1ാമത്തെ ആളിനെ എടുത്തു. ഓക്കെ, അവിടെ പോസ്റ്റ് ചെയ്തു. അയാളുടെ പേര് XXX എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. XXX 1ാമത്തെ റാങ്ക് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്നത് OC ടേണാണ്. OC ടേൺ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു 6 OC ടേണും 1 EWS ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ OC ടേൺ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ 1ാമത്തെ OC EWS ടേണാണ്, A എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമ്മളവിടെ പേര് A എന്ന് എഴുതി, റാങ്ക് 1, ഇത് D ആണ്. ഓക്കെ, D. അടുത്ത 3ാമത്തെ ടേണാണ്. 3ാമത്തെ ടേൺ വരുമ്പോൾ 2ാമത്തെ ആൾ, റാങ്ക് ലിസ്റ്റ് 2ാമത്തെ ആൾ. ഓക്കെ, അപ്പോൾ അവിടെ 2ാമത്തെ ആളുടെ പേര് B എന്നാണ്. അവിടെ നമ്മൾ B എന്ന് എഴുതി, ഇവിടെ റാങ്ക് 2 എന്ന് എഴുതി. ഓക്കെ, അപ്പം 1ഉം 2ഉം നമ്മൾ എടുത്തു. അടുത്ത ഇനി മൂന്നാമത്തതാണ് EBT ആണ്. EBT ആയെന്ന് പറഞ്ഞാൽ ഇവിടെ OCയിൽ വരത്തില്ല എന്ന് പറയുന്നില്ല, ആ EBT ആളെ ഇവിടെ കൊണ്ടുവരും. അപ്പം ഇവിടെ 3ാമത്തെ ആളുടെ പേര് C എന്നാണ്. അയാൾ എത്രാമത്തെ റാങ്കാണ്? 3ാമത്തെ റാങ്കാണ്. അടുത്ത 7ാമത്തെ റാങ്ക് OC ആണ്. 7ാമത്തെ MR നമ്പർ OC ആണ്. ആ 4ാമത് കിടക്കുന്ന ആൾ. ഓക്കെ, 4ാമത്തെ ആളുടെ പേര് D എന്നാണ്, റാങ്ക് 4. ഓക്കെ, ഇനി അത് നമ്മൾ എടുത്തു. ഇനി 5ാമത്തെ MR നമ്പർ 9 EWS ആണ്. അത് നമ്മളവിടെ മാറ്റി വെച്ചേക്കുന്നു. ഓക്കെ, EWS ആണ്. ഇനി അടുത്തത് ടേൺ വരുന്നത് 11 ആണ്. 11ാമത്തെ വരുമ്പം റാങ്ക് ലിസ്റ്റ് 5ാമത് നടക്കുന്നതാണ്. 4 പേരെ നമ്മളിവിടെ എടുത്തു. പിന്നെ നമ്മളിവിടെ 5ാമത്തെ ആളുടെ പേര് മുസ്ലിം കാൻഡിഡേറ്റ് ആണ്. മുസ്ലിം OCയിൽ കയറി പോയി. അപ്പോൾ അയാൾ പുള്ളിയുടെ റാങ്ക് 5 ആണ്. ഓക്കെ, ഇനി അടുത്ത 13ാമത് വരുമ്പോൾ നമ്മൾ EBT റാങ്ക് 6. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ E ആണ്, ഇവിടെ F. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പം നോക്കി, അപ്പം റാങ്ക് ലിസ്റ്റിൽ 6ാമത്തെ ആൾ വരെ OCയിൽ കയറിപ്പോയി. ക്ലിയർ ആയല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടേൺ വെച്ചിട്ട് 6 പേരാണ് OCയിൽ പോകുന്നത്. ആ 6 പേര് ഇവിടെ കയറിപ്പോയി. ആദ്യത്തെ 6 പേര് OCയിൽ കയറിപ്പോയി. അതിനകത്ത് ജനറലുണ്ട്, EWS ടേണുണ്ട്, മുസ്ലിമുണ്ട്, EBT ഉണ്ട്, എല്ലാ ആൾക്കാരും അതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ EWS ടേണാണ്. ഇവിടെ EWS ആണ്, OC EWS. ഓക്കെ, അപ്പോൾ EWS ഇവിടെ വരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 6 റാങ്ക് വരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം EWS ഫസ്റ്റ് വരുന്ന വേണ്ടി ഇവിടെ ഉണ്ടോ, ഈ 11ാമത്തെ റാങ്ക്, അദ്ദേഹത്തെ പിടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ പേര് K എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റാങ്ക് 11 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? യെസ്, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. OC എത്ര എടുത്തു? OC 6 എടുത്തു.
EWS 1 എടുത്തു. ബി സി നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ബി സി എത്രയാണ് വരേണ്ടത്? 7 വരേണ്ടത്. നമ്മൾ ബി സി 7 ടൈം ഫില്ല് ചെയ്യണം. അത് രണ്ടാമത്തത് വരുമ്പോൾ EBT ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ആദ്യത്തെ 6 എടുത്തു, EWS എടുത്തു. അപ്പോൾ ഈ 6 ശേഷം EBT വരുന്നത് റാങ്ക് ദാണ്ട് കണ്ടോ, പത്താമത്തെ റാങ്ക് കാരണം 10ാമത്തെ റാങ്ക്. അപ്പോൾ ഈ 10ാമത്തെ റാങ്ക് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഈ 10ാമത്തെ റാങ്ക് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവരും. കേട്ടോ, 10ാമത്തെ റാങ്ക്. പുള്ളിക്കാരൻ്റെ പേര് കെ എന്നാണ്. അത് നമ്മളിവിടെ ഫില്ല് ചെയ്യും. ക്ലിയർ? യെസ്. ഇനി അടുത്ത 4ാമത്തെ ടേണാണ്. 4ാമത്തത് SSC ടേണാണ്. SSC എവിടെ കിടക്കുന്നത്? 8ാമത്തെ. ഫസ്റ്റ് SSC വരുന്നത് 8ാമത്തെയാണ്. ആണോ? ആ 8ാമത്തെ ആളെ കൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടു, റാങ്ക് എഴുതി. അതിൻ്റെ പേര് H എന്നാണ്. H. ഈ അടുത്ത 6 എന്ന് പറയുമ്പോൾ നമ്പർ 6 എന്ന് പറയുന്നത് മുസ്ലിം ടേണാണ്. മുസ്ലിം ടേൺ നമ്മൾ നോക്കി, ആദ്യത്തെ ഇത്രയും എടുത്തു, അതിനുശേഷം മുസ്ലിം ടേൺ ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി നമ്മൾ അതിനുശേഷം വരുന്ന മുസ്ലിം എത്രാമത്തെ ടേൺ ആണ്? അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു 18ാമത്തെ ആള് 6 എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. മുസ്ലിമിൻ്റെ ടീമിനകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ റാങ്ക് 18 റാങ്ക് 18 എഴുതി. അതിൻ്റെ പേര് 6 എന്നാണ്. ക്ലിയർ? അടുത്ത 8ാമത്തെ റാങ്ക്, 8ാമത്തെ MR നമ്പർ ലാത്തിൻ കത്തോലിക്കാണ്. ലാത്തിൻ കത്തോലിക്ക നോക്കിയാൽ 12ാമത്തെ ആൾ ലാത്തിൻ കത്തോലിക്കാണ്. അപ്പോൾ 12ാമത്തെ റാങ്ക് ഇവിടെ നമ്മൾ എഴുതി. അദ്ദേഹത്തിൻ്റെ പേര് L എന്നാണ്. ഓക്കെ. ഇനി നമ്മൾ 10 OBC ആണ്. OBC ടേണാണ് MR നമ്പർ 10. ഓക്കെ. അപ്പോൾ 10ാമത്തെ ഇതിനകത്ത് OBC എത്ര ഉണ്ടെന്ന് നോക്കുക. OBC എന്നുണ്ടോ? ഒരു 9ാമത് കിടക്കുന്ന ആൾ OBC ടേണാണ് വരുന്നത്. അപ്പോൾ റാങ്ക് 9. അദ്ദേഹത്തിൻ്റെ പേര് I എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തു. അടുത്ത 12 വരുമ്പോൾ വീണ്ടും SSC ടേണാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നതിനകത്ത് SSC ഇല്ല. 15 റാങ്ക് കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 22ാമത്തെ റാങ്ക് 22ാമത്തെ റാങ്ക് SSC ആണെങ്കിൽ ആ SSCയെ അവിടെ കൊണ്ടുവരിക. അവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ റാങ്ക് 22 ആണ്. അദ്ദേഹത്തിൻ്റെ പേര് W എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളവിടെ ഫില്ല് ചെയ്തു. അടുത്ത MR നമ്പർ 14 EBT ടേണാണ്. EBT ടേൺ നമ്മൾ ഇവിടം വരെ എടുത്തിട്ടുണ്ട്. ഇനി EBT വരുന്നത് 14ാമത്തെ റാങ്കാണ്. ഓക്കെ. 14ാമത്തെ റാങ്ക് നമ്മളിവിടെ എഴുതി. അദ്ദേഹത്തിൻ്റെ പേര് N എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 15 വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കി കഴിയും. ഇനി നമുക്കിത് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ നോക്കി, ഇപ്പം PC എത്രയായും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. PC എത്രയായും ചെക്ക് ചെയ്യുമ്പോൾ OC ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യാം. OC ഇതാണ്ടൊരു OC കിടക്കുന്നു, ഇതാണ്ടൊരു OC കിടക്കുന്നു, ഇതാണ്ടൊരു OC കിടക്കുന്നു, ഇവിടെ ഒരു OC, ഇവിടെ EBT ആണ്, EWS ആണ്, അത് നമ്മൾ അവിടെ മാറ്റി വെച്ചേക്കുകയാണ്. ഇവിടെ ഒരു OC കിടക്കുന്നു, ഇവിടെ ഒരു OC എത്ര ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6. ആ OC നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്. OC 6. EWS ടേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 9ാമത്തെയാണ്. അദ്ദേഹത്തെ നമ്മളെടുത്തി EWS 1. നമ്മൾ BC ടേൺ തന്നെ നോക്കുക. BC ടേൺ ആണ് EBT 1, SSC 2, മുസ്ലിം 3, ലാത്തിൻ കത്തോലിക്ക 4, OBC 5, SSC 6, EBT 7. അപ്പോൾ അവിടെ 7 വന്നു. അപ്പം ഇത് ഏകദേശം കറക്റ്റായിട്ട്. ഇനി ഇതിനകത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? എഴുതിയേക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ഇതൊരു ചെറിയൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. നമുക്കിത് റീഅറേഞ്ച് ചെയ്യണം. എന്താണ് റീഅറേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുമ്പോൾ ഇതിനകത്ത് നോക്കി, മിക്കവാറും വരുന്നത് EBTക്ക് ആയിരിക്കും വിഷയം വരുന്നത് തുടക്കത്തിലൊക്കെ വരുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് EBTയുടെ ടേൺ നമുക്ക് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു EBT ഉണ്ട്. കണ്ടോ, ഇതൊരു EBT ടേൺ ആണ്. ഈ EBT അവിടെ ഉണ്ട്. പിന്നെ അടുത്ത ഈ 5ാമത്തെ ടേണി, അതായത് 5ാമത്തെ OCയിൽ കയറിപ്പോയ വ്യക്തിയും EBT ആണ്. ഓക്കെ. ദെൻ 7ാമത്തെ OCയിൽ കയറിപ്പോയ ടേണും EBT ആണ്, റാങ്ക് 4. ദെൻ 13ാമത്തെ OC ടേണിൽ കയറിപ്പോയതും EBT ആണ്. 14ാമത്തെ EBT ടേണിൽ കയറിപ്പോയതും EBT ആണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് EBT മാത്രം നമ്മൾ നോക്കുമ്പോൾ EBT 10ാമത്തെ റാങ്കുള്ള ആൾ 2ാമത് കയറിപ്പോയി. ഓക്കെ. 3ാമത്തെ റാങ്കുള്ളവൻ പക്ഷേ 5ാമത്തെ ടേണിലാണ് കയറിപ്പോയത്. ഓക്കെ. 4ാമത്തെ റാങ്കുള്ള ആൾ 7ാമതും, 6ാമത്തെ റാങ്കുള്ളത് 13ാമതും, 14ാമത്തെ റാങ്കുള്ളത് 14ാമതും. അത് നമുക്ക് വ്യത്യാസമില്ലാതെ നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യും? സീനിയോറിറ്റി അനുസരിച്ച്, റാങ്കിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും റാങ്ക് സീനിയോറിറ്റി ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ റാങ്കുകാരനാണ്.
അപ്പോൾ ഈ മൂന്നാമത്തെ റാങ്കുകാരനെ നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുവരണം. അതായത് അയാൾ OCTണി തന്നെയാണ് പോയേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഫുള്ള്, അതായത് ഈ MR നമ്പർ ഉൾപ്പെടെ ഇത് ഫുള്ള് എടുത്ത് നമ്മളവിടെ കൊണ്ടുവരണം. വേണ്ട ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇതിനെടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അപ്പം ഈ 10ാമത്തെ റാങ്ക് എവിടെ വരും നമുക്ക് നോക്കാം. 10ാമത്തെ റാങ്ക് അവിടെ മാറ്റി നമ്മൾ 8ാമത്തെ റാങ്കിനെ വെട്ടി അവിടെ മാറ്റി എഴുതി. ഈ 5ാമത്തെ റാങ്കിനെ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്ത സീനിയാരിറ്റി അനുസരിച്ച് 3ാമത്തെ റാങ്ക് വന്നു, 4ാമത്തെ റാങ്ക്. അപ്പോൾ ഈ 4ാമത്തെ റാങ്കിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. കണ്ട് ഇവിടെ കൊണ്ടുവരണം. അപ്പം 3ഉം 4ഉം കറക്റ്റായി. ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ അടുത്ത റാങ്ക് കണ്ടോ, 6ാമത്തെ റാങ്കുകാരനാണ് വരുന്നത്. ഈ 6ാമത്തെ റാങ്കുകാരനെ നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം 3 വന്നു, 4 വന്നു, 6 വന്നു. ഓക്കെ, ദെൻ ഇനി അടുത്തത് വരുന്നത് 10ാമത്തെ റാങ്ക്. അത് ഇവിടെ കിടക്കുന്ന 10ാമത്തെ റാങ്ക്. ഈ 10ാമത്തെ റാങ്കിനെ എടുത്ത് നമ്മൾ ദാണ്ടെ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, 10ാമത്തെ റാങ്ക് ഫുൾ സീരിയൽ നമ്പർ ഉൾപ്പെടെയാണ് കൊണ്ടുവരേണ്ടത്. 10ാമത്തെ റാങ്ക് കൊണ്ടുവന്നു. 14ാമത്തെ റാങ്കിന് പ്രശ്നമില്ല, ആ പുള്ളി ആ കക്ഷി അവിടെ തന്നെ കിടക്കും. ഇനി നമുക്ക് നോക്കിയേ 14 സീനിയറിറ്റി അനുസരിച്ചായില്ലയോ? 3 ആയി. 3ാമത്തെ റാങ്കുകാരനെ അവിടെ കൊണ്ടുവന്നു, 4ാമത്തെ റാങ്കിനെ ഇവിടെ കൊണ്ടുവന്നു, 6ാമത്തെ റാങ്കിനെ ഇവിടെ കൊണ്ടുവന്നു, 10ാമത്തെ റാങ്കിനെ ഇവിടെ കൊണ്ടുവന്നു, 14ാമത്തെ റാങ്കിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെട്ട് എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് ചെറിയൊരു കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനകത്ത് EWSൻ്റെ കുറിച്ച് കുറച്ച് ഒരു ചെറിയ പോയിന്റ്സ് നമുക്ക് പറയാം. അപ്പോൾ EWSൻ്റെ ടേണെന്ന് പറയുന്നത് നമുക്കറിയാം 1, 9, 19, 29, 49, 49 അങ്ങനെ 99 ഇതായിട്ട് വരുന്നതാണ് നമ്മുടെ EWSൻ്റെ ടേൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 15 വേക്കൻസിക്കാണ് ഡെമോ ചാർട്ട് ഇട്ടിട്ട് നമ്മൾ ചാർട്ട് എഴുതിയിരിക്കുന്നത്. 15 വേക്കൻസിക്ക് വേണ്ടി ചാർട്ട് ഇട്ടപ്പോൾ റാങ്ക് 1ാമത്തെ ആൾ EWS ആയിരുന്നു. പിന്നെ വരുന്നത് EWS എന്ന് പറയുന്നത് റാങ്ക് 11 ആണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനകത്ത് കയറി. 1ാമത്തെ ആൾ OC ടേണിൽ കയറി, 11ാമത്തെ ആൾ അവരുടെ EWSൻ്റെ ടേണിൽ തന്നെ കയറിപ്പോയി. അപ്പോൾ ഇത് 15 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് അഡ്വൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി PSC ഇടുന്നത് ഒരു 40 വേക്കൻസി ആണെന്ന് കരുതുക. ഒരുമിച്ച് 40 വേക്കൻസി, ഇത് ഒരുമിച്ച് 15 വേക്കൻസി, അടുത്തത് ഒരുമിച്ച് 40 വേക്കൻസി. അപ്പോൾ 40 വേക്കൻസി ഇടുമ്പോൾ 40 ആണല്ലോ, 100ൽ 40 ആണല്ലോ OC ഇടട്ടെ. ഓക്കെ, അപ്പോൾ 100ൽ 40 ആകുമ്പോൾ 16. അപ്പോൾ 16 പേര് 16 പേര് നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ 16 പേര് OCയിലായിരിക്കും കയറി പോകുന്നത്. നമ്മൾ നേരത്തെ ഞാൻ റാങ്ക് എഴുതിയത് നിങ്ങൾക്ക് കാണിക്കാം. 16 പേര് നമ്മൾ നേരത്തെ എഴുതിയതാണ്. 16 പേര് OCയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 15 പേരാണെങ്കിൽ 16 നമ്മൾ ജനറലോടെ കൊണ്ടുവരുന്നു. 16 പേര്. ഈ 16 പേരും എവിടെ ആയിരിക്കും കയറി പോകുന്നത്? ഓപ്പൺ കോമ്പറ്റീഷനിലായിരിക്കും കയറി പോകുന്നത്. ഓക്കെ, 16ാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കാർ OCയിലായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ 1ാമത്തെ ആൾ OC കയറിപ്പോയി, 11ാമത്തെ ആളും OC കയറിപ്പോയി. ഈ അടുത്ത ചാൻസ് വരുന്നത് EWS ടേൺ വരുന്നത് ഒരു പക്ഷേ 22ാമതായിരിക്കും. അപ്പോൾ ആ 22ാമത്തെ EWS കാരനായിരിക്കും ഇതിനകത്ത് 9ാമത് കയറി പോകുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ട്. 9 കഴിഞ്ഞ് പിന്നെ 19 കഴിഞ്ഞ് 29 ഉണ്ട്, 39 ഉണ്ട്. അപ്പോൾ 3 EWS, അതായത് 9 ആൾറെഡി നമ്മൾ 40 വേക്കൻസിക്കാണ് അഡ്വൈസ് ചാർട്ട് ഇടുന്നത്. ഓക്കെ, 40 വേക്കൻസിക്കാണ് നമ്മൾ അഡ്വൈസ് ചാർട്ട് ഇടുന്നത്. അതിനകത്ത് 9 ഉണ്ട്, 19 ഉണ്ട്, 29 ഉണ്ട്, 39 ഉണ്ട്. അപ്പോൾ 4 ചാൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നേരത്തെ എഴുതിയതനുസരിച്ച് 2 പേര് ആൾറെഡി OCയിൽ കയറിപ്പോയി. അതായത് 1ാമത്തെ റാങ്കുകാരൻ കയറിപ്പോയി. അടുത്ത വരുന്നത് 11ാമത്തെ റാങ്ക് കയറിപ്പോയി. ഓക്കെ, ഇനി 2 പേരും കൂടെ, ഇനി 4 EWS കയറാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, 9, 19, 29, 39 ഇതെല്ലാം EWSൻ്റെയാണ്. EWSൻ്റെ ടേണാണ് ഈ 4 എണ്ണം. അപ്പോൾ മുന്നോട്ടുള്ള 4 ആൾക്കാരും കൂടെ ഈ 40 വേക്കൻസി എഴുതുമ്പോൾ കയറിപ്പോകും. അപ്പം അടുത്ത ആൾ, അതായത് EWS ടേണിൽ തന്നെ കയറിപ്പോകുന്ന ആൾ ഒരു പക്ഷേ 22ാമത്തെ ആളായിരിക്കും. അതായത് MR നമ്പർ 9ൽ കയറി പോകുന്നത്. ഓക്കെ, അടുത്ത MR നമ്പർ ഈ 19 കയറി പോകുന്ന റാങ്ക് ചിലപ്പം 23ാം നടക്കുന്ന ആൾ EWS ആവാമല്ലോ റാങ്ക് ലിസ്റ്റിൽ, അയാൾ കയറിപ്പോയി. പിന്നെ MR നമ്പർ 29, ആ 29ൽ കിടക്കുന്ന 29ൽ പോകേണ്ട ആൾ ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നത് 35ാമത്തെ ആളായിരിക്കും. അപ്പോൾ അയാളും കയറിപ്പോയി. അടുത്തത് MR നമ്പർ 39, MR നമ്പർ 39ാമത്തെ ആൾ ചിലപ്പം റാങ്ക് ലിസ്റ്റ് 38ാമത്തെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 40 വേക്കൻസിക്ക് എഴുതുമ്പോൾ എത്ര EWS കയറി പോകാമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അതായത് 2 പേര് OC കയറിപ്പോയി.
2 പേര് ഒ സി കയറിപ്പോയി, പിന്നെ ഒരു 4 പേരും കൂടെ കയറിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ 6 പേരാണ് EWS ആൾക്കാർ അതിനകത്ത് കയറിപ്പോയത്. അപ്പോൾ നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് തെറ്റിപ്പോയതുണ്ടോ? 15 വേക്കൻസി ആയപ്പോൾ ഒരാൾ ഒ സിയിലും ഒരാൾ EWS ടേണിലും പോയി. 40 വേക്കൻസി ആയപ്പോൾ 2 പേര് ഒ സി ടേണിലും കയറിപ്പോയി, 4 പേര് EWS ടേണിലും കയറിപ്പോയി. അപ്പോൾ നമ്മുടെ റാങ്ക് മുന്നോട്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ നമ്മൾ വേക്കൻസിക്ക് അനുസൃതമായി മാത്രമേ നമ്മുടെ ടേൺ എഴുതുമെങ്കിൽ മാത്രമേ നമുക്ക് ഏതാണോ ഒ സിയിലാണോ അല്ലെങ്കിൽ ബി സിയിലാണോ പോകുന്നത് നമുക്ക് ക്ലിയർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ക്ലാസ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലും കൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനകത്ത് ഈ EWSൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് EWS സെറ്റ് ഓഫ് ഉണ്ട്. സെറ്റ് ഓഫ് എന്താണെന്ന് പറയണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ന്യൂ റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് കാര്യം, അത് നമുക്ക് പറയണം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം TPO നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ പറയാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലിസ്റ്റ് സെറ്റപ്പ് ഉണ്ട്, ഓൾഡ് ലിസ്റ്റിൽ ന്യൂ ലിസ്റ്റിലോട്ട് വരുമ്പോഴുള്ള കാര്യം പറയാനുണ്ട്, പിന്നെ TPO കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് പറയാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലോട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.